ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നിനു പിറകെ മറ്റൊന്നായി വരുന്നത് നമ്മെ ആകെ വിഷമത്തിലാക്കാറുണ്ട്. എന്നാൽ നാം അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുന്നത്, അള്ളാഹുവിലേക്ക് നമ്മൾ ദിക്റുകൾ ചൊല്ലുന്നത്, സ്വലാത്തുകൾ ചൊല്ലുന്നത്, അള്ളാഹുവിലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത് വിഷമത്തിൻ്റെ ഘട്ടങ്ങളിലാണ്. നമുക്കൊരു പ്രയാസം വരുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി അടുക്കുന്നത്, നമ്മൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, മുഅ്മിനായ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അത് കാരണമായിട്ട് അവൻ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുകയും ദിക്റുകളിലും സ്വലാത്തുകളിലും ദുആകളിലുമായിട്ട് അവൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അത് കാരണമായി തന്നെ അവന് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുകയും ചെയ്യും. എന്നാൽ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ മാത്രം അള്ളാഹുവിലേക്ക് അടുക്കുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു നൽകിയ നിഅമത്തുകൾ ഓരോന്നായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിനൊരു ശുക്ർ നമ്മൾ അള്ളാഹുവിലേക്ക് അർപ്പിക്കാതെ, അതിനൊരു നന്ദി അള്ളാഹുവിലേക്ക് നമ്മൾ അർപ്പിക്കാതെ ഒരിക്കലും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുകയില്ല. നമുക്കൊരു സന്തോഷം ലഭിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആനന്ദങ്ങൾ ലഭിക്കുമ്പോൾ ആ സമയത്തുകൂടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാ നിഅമത്തുകളും നൽകുന്നവൻ അള്ളാഹുവാണ്. അതുപോലെ തന്നെ വിഷമങ്ങൾ നൽകുന്നവനും അള്ളാഹുവാണ്. നമ്മൾ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സമയങ്ങളിൽ അള്ളാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുമ്പോൾ നമ്മുടെ ഏത് പ്രയാസഘട്ടങ്ങളിലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഹാരം നൽകുകയും ചെയ്യും. നിത്യജീവിതത്തിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങളിൽ അകപ്പെടാറുണ്ട്. എന്ത് പ്രയാസങ്ങളിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാലും ജീവിതത്തിൽ വരുന്ന ഓരോ വിഷമങ്ങൾ ഓരോന്നോരോന്നായി വരുമ്പോൾ, ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്റിനെ 71 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ഏത് പ്രയാസം വരികയാണെങ്കിലും, ജീവിതത്തിൽ നിരവധി ചെറുതും വലുതുമായ വിഷമങ്ങൾ വരാറുണ്ട്. എന്നാൽ ഏത് വിഷമങ്ങളാണെങ്കിലും, നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങൾ വന്നാലും ആ സമയത്ത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നിങ്ങനെ 71 തവണ ചൊല്ലിയിട്ട് ആത്മാർത്ഥമായി അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേരിടാൻ കഴിയാത്ത ഏതെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോഴും, അതുപോലെ തന്നെ നമുക്കെന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനുമുണ്ടെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 450 തവണ നമ്മൾ ചൊല്ലുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.